ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സരിതാസ് വ്ലോഗ്. അങ്ങനെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നമ്മൾ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടം കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ചെയ്യുന്നത് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ 9ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഈ സമയത്ത് നന്ദി പറയാണ്. തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില ഡൈലൂട്ട് സൊല്യൂഷൻസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസുകളെ കുറിച്ചാണ്. എന്താണ് ഇത്തരം ഡൈലൂട്ട് സൊല്യൂഷൻസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകത? നമുക്ക് പഠിക്കാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൂടെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കേട്ടിട്ടുണ്ടോ? നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഞാൻ ആദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തരാം. The properties which depend upon the number of solute particles and not on its nature are called colligative properties. It's very important definition. എന്താണ് പറയുന്നത്? Colligative properties are those properties which depends upon the number of solute particles and not upon their nature. അതായത് ഡൈലൂട്ട് സൊല്യൂഷൻസിലുള്ള സൊല്യൂട്ട് പാർട്ടികളുടെ എണ്ണത്തിനെയാണ് പ്രോപ്പർട്ടീസ് ആശ്രയിക്കുന്നത്, ആൻഡ് നോട്ട് അപ്പോൺ ദിയർ നേച്ചർ, അതിന്റെ സ്വഭാവത്തിനെയല്ല. സൊല്യൂട്ട് എന്തായിക്കോട്ടെ, സൊല്യൂട്ടിന്റെ നേച്ചറിനെ അല്ല, ബട്ട് ദ പ്രോപ്പർട്ടീസ് ഡിപെൻഡ് അപ്പോൺ ദി number of the solute particles or the concentration of the solute particles present in the solution. It's a very important concept. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനിവിടെ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡും അതോടൊപ്പം തന്നെ ഷുഗറും. അല്ലെ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ സോഡിയം ക്ലോറൈഡിലായാലും ഷുഗറിലായാലും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഈ രണ്ടെണ്ണത്തിലും ഇറ്റ് കണ്ടെയ്ൻ ദ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ബട്ട് വാട്ട് അബൌട്ട് ദ നേച്ചർ? രണ്ടും ഒരുപോലെയാണോ? അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നതിന് ഒരു സോൾട്ടി നേച്ചർ ആണ്, അല്ലെ? എന്നാൽ സൂക്രോസിനോ അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നതിനോ ഒരു മധുരരസമാണ് വരുന്നത്, ഷുഗറി ടേസ്റ്റ് ആണ് വരുന്നത്. അതായത് അവരുടെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിനെയാണ് ആശ്രയിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് നോട്ട് അപ്പോൺ ദെയർ നേച്ചർ. അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഡൈലൂട്ട് സൊല്യൂഷൻസ് ആണെന്ന്. അപ്പൊ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു വെസലില് ഒരു സൊല്യൂഷൻ A+B എന്ന് എടുത്താൽ A എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്, B എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് സൊല്യൂട്ട് ആണ്. ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് വളരെ 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 കുറവായിരിക്കണം. എന്നാൽ സൊല്യൂഷൻ ആണ്, സോൾവെന്റിന്റെ കണ്ടന്റ് ആണ് കൂടുതൽ, സൊല്യൂട്ട് വളരെ കുറവാണ്. മാത്രമല്ല ദിസ് സൊല്യൂട്ട് ഈസ് നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഇൻ എ വോളട്ടൈൽ ലിക്വിഡ്. ഇതെവിടെയാ പഠിച്ചിട്ടുള്ളത്? റൗൾസ് ലോയില്. ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മൾ വീണ്ടും റൗൾസ് ലോയിലേക്ക് പോകേണ്ടതായിട്ട് വരും. പഠിച്ചിട്ടുണ്ടോ എല്ലാവരും റൗൾസ് ലോ ഒക്കെ? പഠിക്കാത്തവരുണ്ടെങ്കിലേ മുൻപുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ ഒരു ഭാഗം കണ്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണം ഉണ്ട്. വാട്ട് ആർ ദോസ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പേരുകള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Second one is elevation of boiling point of solvent. Third one, depression of freezing point of solvent. And the fourth one is osmotic pressure. ഈ 4 എണ്ണത്തിന്റെയും പേരുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷനും അതോടൊപ്പം തന്നെ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതാണെന്നും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ.
അപ്പോ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും അതിനോട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലവും ചെയ്തിട്ടാണ് നമ്മുടെ ടോപ്പിക് ഇന്ന് അവസാനിക്കുക. ഓക്കെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റൗൾസ് ലോ. റൗൾസ് ലോ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്കറിയാം റൗൾസ് ലോ പ്രകാരം ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദി പ്രോഡക്റ്റ് ഓഫ് the vapor pressure of the pure component and the mole fraction of the solvent. That means total vapor pressure is directly proportional to chi A എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോ PT എന്ന് പറയുന്നത് is directly proportional to chi A. That means PT is equal to P0A chi A. അല്ലേ? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനെ ചില ബുക്കില് PS എന്ന് എഴുതി കാണാറുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ PT എന്ന് എഴുതുന്നതും PS എന്ന് എഴുതുന്നതും ഒന്നിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, PT ഈസ് ഈക്വൽ ടു PA എന്നുള്ളത് ഞാൻ മുൻപ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അതിനാണ് ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുള്ളത്, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നമ്മളിപ്പോ ഒരു വെസൽ എടുത്തിട്ടുണ്ട്. ആ ഒരു വെസലില് പ്യുവർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് എ. എ എന്ന് പറഞ്ഞ കമ്പോണന്റ് വോളട്ടൈൽ ആണ്. വോളട്ടൈൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ വേപ്പേഴ്സ് ഇവിടെ ഉണ്ടാവും. ഈ വേപ്പേഴ്സ് ഈ സർഫസുമേൽ പ്രഷർ എക്സേർട്ട് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ. അപ്പൊ പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് സൊല്യൂട്ടേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡൈലൂട്ട് സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ മോർ എ കമ്പോണന്റ് ആൻഡ് ദ ബി കമ്പോണന്റ് ഈസ് വെരി വെരി ലെസ്. ഇങ്ങനെ വരുമ്പോ ഈ ഒരു സൊല്യൂഷനില് നോൺ വോളട്ടൈൽ ആയിട്ടുള്ളതാണ് ഈ സൊല്യൂട്ട് അല്ലെ. പക്ഷെ ഈ സർഫസില് ഈ ബിയുടെ പാർട്ടിക്കിളും ഉണ്ടാവും, എയുടെ പാർട്ടിക്കിളും ഉണ്ടാവും. ഇനി ഈ ഒരു സർഫസിൽ നിന്ന് ഗേഷ്യസ് ഫേസിലേക്ക് പോകുന്നത് വളരെ കുറച്ച് എ കമ്പോണന്റുകൾ മാത്രമായിരിക്കും. അതായത് കമ്പയർഡ് ടു the particles present in the vapor phase in the pure component, the particles present in the vapor phase in the solution will be very less. ഓക്കെ, അപ്പോ ഇതിന്റെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇതിന്റെ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ P0A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. PA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഈ എ എന്ന കമ്പോണന്റ് തന്നെയാണ്. പക്ഷെ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും വേപ്പർ പ്രഷർ കുറയും, ആൻഡ് ദാറ്റ് ഈസ് ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ കൂടുതൽ P0A ആണ്, കുറവ് PA ആണ്. ഇവിടെ PT ഈസ് ഈക്വൽ ടു PA എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇവിടുത്തെ വേപ്പർ പ്രഷർ വരുന്നത് എ കമ്പോണന്റ് കൊണ്ട് മാത്രമാണ്. കാരണം ബി എന്ന് പറയുന്നത് നോൺ വോളട്ടൈൽ ആണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PA എന്ന് എഴുതിക്കൂടെ? ഇതൊക്കെ മുൻപ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ PT എന്നതിൽ നമുക്ക് PS എന്നും എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എവിടെ നിങ്ങൾ PS എന്ന് കണ്ടാലും അത് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് ഓർക്കുക, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു PA. ഇതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് PT ഇസ് ഈക്വൽ ടു PA എന്ന് അറിയണം. P0 എന്ന് പറയുന്നത് പ്യുവർ കമ്പോണന്റ് വേപ്പർ പ്രഷർ എന്ന് പറയണം. നൗ the lowering of vapor pressure, when a solute is added to the solvent, the vapor pressure is get reduced. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A ആയിരുന്നെങ്കിൽ പിന്നീട് അത് മാറി അത് PA ആയി. ആൻഡ് P0A മൈനസ് PA എന്ന് പറയുന്നതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. കണ്ടോ, ഇവിടെ നമ്മുടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ P. ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. So always this change is denoted by delta P. That is delta P is equal to P0A minus PA. ചില ബുക്കില് PA ക്ക് പകരം ഇവിടെ PS എന്നോ PT എന്നോ ഒക്കെ കാണാം. അങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ PA എന്ന് എഴുതിയെന്ന് മാത്രം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്.
നമുക്ക് കാണാനുള്ളത് എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതായത് വി ഹാവ് ടു ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദിസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതാണ് നമ്മളുടെ അടുത്ത ടാസ്ക്. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഞാനിതൊക്കെ മാറ്റിയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഡെൽറ്റ പി is equal to P0 മൈനസ് പി എ എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. വാട്ട് ഈസ് പി എ? നമ്മൾ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. പി എ എന്ന് പറയുന്നത് എന്താ? P0A മൈനസ് P0A കൈ എ. ഓക്കെ, കൈ എക്ക് പകരം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇഫ് ദർ ആർ ടു കമ്പോണന്റ്സ്, what is the sum of the mole fractions? It is always equal to 1. അല്ലേ? So what is chi A? We can write it as 1 minus chi B. Chi A ക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ P0A minus P0A into 1 minus chi B. ഇതുവരെ മനസ്സിലായില്ലേ? ഇനി നോക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടി ഡെൽറ്റ പി is equal to, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, P0A മൈനസ് P0A പ്ലസ് P0 chi B. Okay, P0A get cancelled and delta P is equal to P0A chi B. Okay, now what is chi B? It is delta P divided by P0A. And this is known as the relative lowering of vapor pressure. Relative lowering of vapor pressure. അതായത് lowering of vapor pressure divided by the vapor pressure of the pure component ആണ് എന്തെന്ന് പറയുന്നത് relative lowering of vapor pressure. And look, this relative lowering of vapor pressure is equal to the mole fraction of the solute. ഏതൊരു പ്രോപ്പർട്ടി ആണോ മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തത്, അപ്പോ അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവും അല്ലെ. ദാറ്റ് മീൻസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഷോ ദാറ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ ഇതുവരേക്കുള്ളത് എഴുതുക. നമ്മൾക്കൊരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടിക്കഴിയും. അതായത് കൈ ബി is equal to ഡെൽറ്റ പിനെ നമുക്ക് P0A മൈനസ് പി എ ഡിവൈഡഡ് ബൈ P0A എന്ന് എഴുതാം. ഇനി വേറൊരു എക്സ്പ്രഷനും കൂടി ഇതിനെ എഴുതാം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ എന്ന് പറയുന്നത് പി ടി ആണെന്ന് അല്ലെ. പി എക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയോ എഴുതാം, പി ടി എന്നോ പി എസ് എന്നോ ഒക്കെ എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പി എസ് വന്നേന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പി ടി അല്ലെങ്കിൽ പി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു പി എ. ഞാനിവിടെ പി എന്നാണ് എഴുതുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ആണെന്ന് ഓർക്കുക ആ സമയത്ത്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി കഴിഞ്ഞു. ഇത് ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിറ്റർമിൻ ദ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൂടെ നമുക്ക് സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് തിയറിറ്റിക്കലി ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ മോളിക്കുലർ മാസ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കിട്ടിയ ഇത്തരം എക്സ്പ്രഷൻസിലൂടെയും മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യണോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അത് മാത്രമല്ല റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നതും ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണെന്നറിയോ, വേപ്പർ പ്രഷർ ഒരിക്കലും മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ, വേപ്പർ പ്രഷർ പഠിപ്പിച്ചു തന്നപ്പോ ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ പ്രോപ്പർട്ടീസിൽ നേച്ചറും അതേപോലെ തന്നെ ടെമ്പറേച്ചറിനെയും കുറിച്ചിട്ട്. അപ്പൊ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ. പക്ഷെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഇതാണ്. ഓക്കെ,
ഇനി P0A minus PA divided by P0A is equal to chi B എന്ന് നമ്മൾ മനസ്സിലാക്കി. What is chi B? മുൻപ് പഠിച്ചതൊക്കെ ഇപ്പൊ വരും. എന്താ? What is the mole fraction? How can you find out the mole fraction of the solute? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? NB divided by NA plus NB. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഞാൻ ഇവിടെ പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷനിലെ NB എന്ന് പറയുന്നതിനെ നമുക്ക് ഒഴിവാക്കാം. കാരണം അതിന്റെ എമൗണ്ട് when compared to NA is very 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 less. That means amount of NB is very 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 less than എന്തിനേക്കാളും NA നേക്കാളും. So we can neglect that. So how can you write NB divided by NA? അപ്പൊ ഓർക്കുക, for dilute solutions നമുക്ക് ഫൈനൽ ആയിട്ട് ഇങ്ങനെ എഴുതാം, chi B is equal to NB divided by NA. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് NB? How can we find out the number of moles? Number of moles കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? WB divided by MB. And what is NA? It is WA divided by MA. എന്താ WB, എന്താ MB? ഒക്കെ മുൻപ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. അതായത് mass of the solute. WB എന്ന് പറയുന്നത് it is a mass of the solute. MB എന്ന് പറയുന്നത് it is a molecular mass of the solute. WA is the mass of the solvent and MA is the molecular mass of the solvent. അപ്പൊ ഇതെങ്ങനെയാ വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മൾ ഇവിടെ നേരത്തെ കണ്ടുവച്ച ഈ എക്സ്പ്രഷനിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ശരി, P0A minus PA divided by P0A is equal to chi B നെ നമുക്ക് എങ്ങനെ എഴുതാം? NB divided by NA. Okay, and what is NB divided by NA? It is WB divided by MB by WA divided by MA. P0A minus PA എന്ന് പറയുന്നതാണ് ഡെൽറ്റ P divided by P0A equal to WB divided by MB പിന്നെയോ into MA divided by WA. ക്ലിയർ ആയോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? MB കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. അപ്പോ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? MB. That means molecular mass of the solute. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് MB കൊണ്ടാണ് അല്ലെ? അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഞാനിത് മാറ്റിയാണ്. ഇതിന് MB നെ നമുക്ക് ഇവിടേക്ക് എടുക്കാം അല്ലെ? MB is equal to P0A നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. P0A into WB into MA divided by ഇത് താഴേക്ക് വന്നു. That is delta P. WA അവിടെ തന്നെയുണ്ട്. Now we got an expression for calculating the molecular mass of the solute. It is very very important. ഇനി ഇത് എന്തൊക്കെയാണെന്നൊന്നും ഇവിടെ എഴുതി വെക്കാം. P0A എന്താത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. അപ്പൊ നമുക്കിതൊക്കെ ഉപകാരപ്പെടും പ്രോബ്ലം ചെയ്യുമ്പോൾ കേട്ടോ. ഇനി WB it is the mass of solute. MA is the molecular mass or molar mass of solvent. Delta P is lowering of vapor pressure. Delta P എന്ന് പറയുന്നത് P0A minus PA. ഓർക്കണം കേട്ടോ. ഇനി WA എന്ന് പറഞ്ഞാൽ എന്താ? It is the mass of a solvent. And what is MB? It is molar mass of solute. എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പല്ലേ? നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം.
എന്നിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതിന്റെ എക്സ്പ്രഷൻ കണ്ടു. അതിനോട് ബന്ധപ്പെട്ട് ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും കണ്ടു. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മോളിക്കുലാർ മാസിനെ ബേസ് ചെയ്തുള്ള ഒരു എക്സ്പ്രഷൻ? അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഒരു കാര്യവും നമുക്ക് ഇതിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. അപ്പോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം, പിന്നെ അത് എങ്ങനെയാണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്, ഫൈനൽ ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ ഈസ് 0.850 bar. A non-volatile solid weighing 0.5 gram when added to 39 gram of benzene, molecular mass is given, then vapor pressure of the solution is 0.845 bar. What is the molecular mass or molar mass of the solid substance? ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എല്ലാതും. എല്ലായ്പ്പോഴും ഡയറക്റ്റ് ആവണം എന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടതായിട്ടുണ്ടാവും. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്കൊന്നും കൂടി നോക്കാം. ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? P0A എന്താണ്? 0.850 ബാർ. ഇനി എ നോൺ വോളറ്റൈൽ സോളിഡ് വെയിങ് 0.5 gram. അപ്പൊ നോൺ വോളറ്റൈൽ സോളിഡ് എന്ന് പറയുമ്പോ അതിന്റെ വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് WB ആണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് 0.5 gram. And when it is added to 39 gram of benzene. അപ്പൊ ബെൻസീൻ ആണ് നമ്മുടെ ഇവിടെ സോൾവെന്റ്. And its mass is 39 gram. ഇനി എന്താണ്? Molecular mass of benzene തന്നിട്ടുണ്ട്. That means benzene is a solvent. So we can write Ma as 78 gram per mole. ഇനി എന്താ തന്നേക്കണേ? The vapor pressure of the solution then is 0.845 bar. Vapor pressure of the solution, that is PT. That is equal to PA. പറഞ്ഞു തന്നിട്ടില്ലേ? എത്രയാണ്? 0.845 bar. Now, what is the molecular mass of the solid substance? സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഡെൽറ്റ പി അറിയണം അല്ലേ? ഡെൽറ്റ പി is equal to P0A minus PA. അറിയാലോ? What is P0A? It is 0.850. And what is PA? It is 0.845. നമുക്ക് എന്ത് കിട്ടി? 0.005 ബാർ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0A എന്ന് പറയുന്നത് 0.850 into what is WB? It is 0.5 into what is MA? It is 78 divided by what is delta P? It is 0.005 into what is WA? Where is WA? It is 39. Okay. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. And it is found to be 170 gram per mole. അങ്ങനെ ഈ ഒരു പ്രോബ്ലത്തോട് കൂടി ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രോബ്ലം അത്ര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എപ്പോഴും ഇങ്ങനെ ആവണം എന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു ബുക്കുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്തു നോക്കുക. ഇതിവിടെ MB ആണ് കാണാൻ വന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ MA എന്നോ അല്ലെങ്കിൽ WB എന്നോ എന്നൊക്കെ പറഞ്ഞു വന്നേക്കാം. അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ച് അതിലൂടെ എന്തെല്ലാമാണ് തന്നിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ സാധിക്കും. പിന്നെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അതിന്റെ എക്സ്പ്രഷൻ എഴുതുക. ഈ എക്സ്പ്രഷൻ എഴുതുന്നതിന് നമുക്ക് മാർക്ക് ഉണ്ട്.
അത് മാത്രമല്ല ഈ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞ് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതിന് നമുക്ക് മാർക്കുണ്ട്. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തൊട്ട് ഞാനിപ്പോ ലാസ്റ്റ് ഈ പ്രോബ്ലം വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോ എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. ആഗ്രഹം മാത്രമാണ് കേട്ടോ, അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.